ചിത്രത്തുന്നലുകളുമായി അതിമനോഹരം. എത്ര വിവരിച്ചാലും ഈ കാഴ്ചയ്ക്ക് മുന്നിൽ അക്ഷരാർത്ഥത്തിൽ നമുക്ക് നിശബ്ദരാവുകയാണ് ഏറ്റവും കരണീയം. പക്ഷേ ഈ എത്ര മനോഹരമായ കുടകളാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ ഇതൾ വിരിയുന്നത്. മറ്റൊരു വസന്തോത്സവം, തൃശ്ശൂർ പൂരം ഒരു വൈശാഖോത്സവമാണെങ്കിൽ ഇതാ വീണ്ടും പാറമേക്കാവ്. ഇത്തവണ പാറമേക്കാവ് ഗജവീരന്മാരുടെ നിറത്തെ അനുസ്മരിപ്പിക്കുന്നതോ അതോ പരമേശ്വരന്റെ പരമേശ്വര രൂപത്തെ അനുസ്മരിപ്പിക്കുന്നോ എന്നറിയില്ല. ആ നിറങ്ങളിലുമുണ്ട് പല സങ്കല്പങ്ങൾ, പല പ്രതീകങ്ങൾ എന്നതാണ്. ആ ചിത്രപ്പണികളിലുമുണ്ട് പല സങ്കല്പങ്ങൾ. അങ്ങനെ ഓരോ കുടയിലും നമ്മൾ നേരത്തെ ചതുരംഗ കള്ളികൾ കണ്ടതുപോലെ ഈ കുടമാറ്റത്തിലും ജീവിതത്തിൻ്റെ പല ഭാവങ്ങളെ നിർവചിക്കാനുള്ള ഒരു കലാകാരൻ്റെ ശ്രമം നമുക്ക് കാണാൻ കഴിയുന്നു എന്നാണ്. അതാണ് തിരുവമ്പാടി വീണ്ടും ചുവന്ന കുടകൾ, നടുക്ക് വീണ്ടും ഒരു പച്ചക്കുട, അതിലെല്ലാം മനോഹരമായ ഒരു മാല കണക്കെ ചേർത്ത് വച്ചിരിക്കുന്ന ചിത്രങ്ങൾ, സ്വർണ്ണ ചെറിയ ആട്ടം. ആ ആട്ടത്തിന് പോലും ഒരു സൗന്ദര്യമുണ്ട്. അതിനൊത്തവണ്ണം ആലവട്ടവും മെഞ്ചാവരവും വീശിക്കൊണ്ട് ചെറുപ്പക്കാർ അങ്ങനെ ഈ പൂരത്തിനെ അവരുടേതാക്കി മാറ്റുന്നു. നടുക്ക് നിൽക്കുന്ന മനുഷ്യരെല്ലാം ഓരോ കുടകൾ ആഘോഷത്തേക്ക് ഉയരുമ്പോഴും അവരുടെ കൈകൾ വീണ്ടും വീണ്ടും ആകാശത്തേക്ക് ഉയരുന്നു. അവരുടെ ശബ്ദം വീണ്ടും ഉയരെ എത്തുകയാണ്. പാറമേക്കാവിലമ്മയുടെയും തിരുവമ്പാടിയുടെയും ഒക്കെ ഓരോ കാഴ്ചകളും ഞങ്ങളെ ഇനിയും രസിപ്പിക്കാൻ വരട്ടെ, ഇനിയും കുടകൾ വരട്ടെ, കുടമാറ്റം അവസാനിക്കാതിരിക്കട്ടെ എന്നതാണ് പലരുടെയും ആഗ്രഹം. പക്ഷേ തീർച്ചയായും വീണ്ടും ഇരുട്ട് വേഗമൊന്നണഞ്ഞാൽ എത്ര മനോഹരമായ കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുന്നുവെന്ന കൊതിപ്പിക്കുന്ന ഒരു ഓർമ്മയാണ്. ആനത്തോലുടുത്തവനെ സാക്ഷി നിർത്തി ആ നിറം മാറ്റി ഇതാ തങ്കവർണ്ണം തന്നെ ഞങ്ങൾ സമ്മാനിക്കുന്നു എന്ന് പാറമേക്കാവ്. ഈ മഞ്ഞപ്പട്ടാമ്പരം ഒരുപക്ഷെ ഞാൻ ആദ്യം കരുതിയത് തിരുവമ്പാടി ഇറക്കുമെന്നായിരുന്നു. പക്ഷെ പാറമേക്കാവാണ് ആ മഞ്ഞപ്പട്ടാമ്പരത്തിലുള്ള കുടകൾ ഇത്തവണ ആദ്യം കാഴ്ചവെച്ചത്. തീർച്ചയായും തിരുവമ്പാടിക്ക് ഇതിന് മറുപടി ഉണ്ടാവും. പക്ഷേ എത്ര മനോഹരമാണ് പാറമേക്കാവിന്റെ കുടകൾ, എത്ര മനോഹരമാണ്. തിരുവമ്പാടി വീണ്ടും കുടകൾ മാറ്റി അടുത്ത കുടകൾ ഉയർത്തുന്നു. വീണ്ടും നീലവർണ്ണത്തിൽ സ്വർണ്ണ ചിത്രപ്പണികൾ ആലേഖനം ചെയ്തുകൊണ്ടുള്ള കുടകളാണ്. അല്പം വെള്ളിയലുക്കിട്ട കുടകൾ, അതിമനോഹരമായ കുടകൾ. അതേ ഈ രജതം എന്ന നിറത്തിനൊരു പ്രത്യേകതയുണ്ട് ദിവീഷ്. കാരണം അത് ആസക്തമാണ്. ആ രജതം എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നുകൊണ്ടാണ് ആ വാക്ക് തന്നെ വരുന്നത്. ഈ തിരുവമ്പാടി കണ്ണനെ, തിരുവമ്പാടി ഭഗവതിയെ, തൃശ്ശൂർ പൂരത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ രജതമല്ലാതെ മറ്റെന്ത്? ആ കുടകൾ ഉയർത്തുകയാണ് തിരുവമ്പാടി. പാറമേക്കാവ് ഈ മഞ്ഞപ്പട്ടാമ്പരം വൈകാതെ മാറ്റും. ഇത് പാറമേക്കാവ് നേരത്തെ തന്നെ ഉയർത്തിയതാണ്. പാറമേക്കാവിന്റെ മറുപടി എന്താണ്? അത് കാത്തിരിക്കുന്നു. ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുള്ള ഈ പച്ചക്കുടയിൽ തെളിയുന്നതെന്ന് അതിമനോഹരമായ നെയ്ത്തുവേല, അല്ലേ, കരകൗശല വേല എന്ന് പറയാവുന്ന അതിമനോഹരമായ കുട. ഇതാ മഞ്ഞപ്പട്ടാമ്പരം ചുറ്റിയതാ വീണ്ടും തിരുവമ്പാടിയുടെ ഒരുപക്ഷെ നമ്മളെ ഏറ്റവും കൂടുതൽ ആനന്ദിപ്പിക്കുന്ന, ജീവിതത്തെ കൂടുതൽ വർണ്ണാഭമാക്കുന്ന ഒരു ദൈവസങ്കല്പമുണ്ടെങ്കിൽ അത് ശ്രീകൃഷ്ണനാണ്, ഉണ്ണിക്കണ്ണനാണ്. ഒരു മനുഷ്യനെ ഇത്രയേറെ സന്തോഷഭരിതനാക്കുന്ന, ഇത്രയേറെ ആനന്ദഭരിതനാക്കുന്ന മറ്റൊരു ദൈവസങ്കല്പം ഉണ്ടോ എന്നറിയില്ല. അത് കൃഷ്ണനാണ്, ഉണ്ണിക്കണ്ണനാണ്. കൃഷ്ണന്റെ പുല്ലാങ്കുഴൽ നാദത്തിൽ, കൃഷ്ണന്റെ കുസൃതികളിൽ അലിയാത്ത മനുഷ്യരുണ്ടോ, ഹൃദയങ്ങളുണ്ടോ, മനസ്സുകളുണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത്രയേറെ നമ്മളെ ആനന്ദിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന ഒരു ദേവതാ സങ്കല്പമുണ്ടെങ്കിൽ അത് ശ്രീകൃഷ്ണനാണ്. നമ്മുടെ ഗുരുവായൂരപ്പൻ തൊട്ടടുത്താണ്. ഗുരുവായൂരപ്പ എന്ന് വിളിച്ചുകൊണ്ട് തന്നെയാണ് മഞ്ഞപ്പട്ടാമ്പരം ചുറ്റിയതാ ആ കുടകൾ ഇങ്ങനെ അതിമനോഹരമായ നിറങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. പച്ചില ചാർത്തിന് ചാരെ ആ മഞ്ഞക്കുടകൾ ഉയരുമ്പോൾ കിട്ടുന്ന ആ അസുലഭമായ നിർവൃതിയുണ്ടല്ലോ, അത് ഈ പൂരക്കാഴ്ച മറ്റെങ്ങും നൽകാനാവാത്തത്. പാറമേക്കാവ് മറ്റൊരു ഇലച്ചാർത്തിന്റെ തുടർച്ചയാണ്. പാറമേക്കാവ് ആ പച്ചക്കുടകൾ പക്ഷെ മാറി. പാറമേക്കാവ് ഇതാ പുതിയ സെറ്റ് കുടകളുമായി വീണ്ടും